എനിക്ക് അഡ്മിഷൻ നോക്കുമ്പോൾ ഇന്ന യൂണിവേഴ്സിറ്റി നല്ലതാണോ അല്ലെങ്കിൽ ഏതാണ് നല്ല യൂണിവേഴ്സിറ്റി എന്നൊക്കെ സംശയം ഉണ്ടാവും. ഫിൻലൻഡിൽ യൂണിവേഴ്സിറ്റീസും യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസും ഉണ്ട്. ഇതിൽ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നിങ്ങൾക്ക് ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസിന്റെ റാങ്കിങ് ഇങ്ങനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് ഫിൻലൻഡിൽ നമ്പർ 1 ആണ് എന്ന് അവരൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിന്റെ സോഴ്സ്? അത് സ്റ്റുഡൻസ് ഫീഡ്ബാക്ക് സർവേയുടെ ബേസിസിലാണ്. AVOP എന്നാണ് സർവേയുടെ പേര്. 2023 സ്റ്റുഡൻസ് ഫീഡ്ബാക്ക് പ്രകാരം സെൻട്രിയ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് ആണ് മാസ്റ്റർ സ്റ്റഡീസിൽ നമ്പർ 1 റാങ്കിങ്ങിലുള്ളത്. സെയിലയോക്കി യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് ആണ് 2ാം സ്ഥാനത്തുള്ളത്. ബാച്ചിലേഴ്സ് റേറ്റിംഗിലും ടോപ്പ് 2 സ്ഥാനത്ത് ഇവർ തന്നെയാണ് ഉള്ളത്. ലാപ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസും 2ാം സ്ഥാനത്തുണ്ട്. 1 to 7 സ്കെയിലാണ് റേറ്റിംഗ്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും റേറ്റിംഗിലില്ല. സ്റ്റുഡൻസ് റേറ്റിംഗ് അനുസരിച്ചിട്ട് ഫിൻലൻഡിലെ യൂണിവേഴ്സിറ്റികൾ തമ്മിലും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എക്സ്റ്റേണൽ ഇന്റർനാഷണൽ റാങ്കിങ്സ് നോക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ട് താനും. അപ്പോൾ സ്റ്റുഡൻസ് ഫീഡ്ബാക്കിന് എത്ര വെയിറ്റേജ് കൊടുക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക.